ഹായ്, ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലൊരു ലൂസ് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, അത് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. നമ്മൾ പാനിലൊഴിച്ച് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പാനിലേക്ക് ഒഴിക്കുമ്പോൾ അതങ്ങ് സ്പ്രെഡ് ചെയ്ത് പോകത്തക്ക രീതിയിൽ അത്രയ്ക്ക് ലൂസായിരിക്കണം. ഇതുപോലെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു പാൻ അടുപ്പിട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കണം. പാനിന് നല്ല ചൂട് പാടില്ല, ഒരു മീഡിയം ചൂടിൽ വേണം ഇത് നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. നമ്മൾ അപ്പം ചുടുന്ന പോലെ ഇങ്ങനെ ഹോൾസ് വരരുത്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അല്പം ഒന്ന് ഹീറ്റ് കുറച്ചിടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഇതുപോലെ പാനിലേക്ക് ഒഴിക്കുമ്പോൾ അങ്ങ് സ്പ്രെഡായി പോകണം. നമ്മൾ ഒന്ന് ചുറ്റിച്ചെടുത്തു. ഇനി നമുക്കതിൽ എക്സസ് മാവ് അതിനകത്ത് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് ബൗളിലേക്ക് തന്നെ തിരിച്ചങ്ങ് ഒഴിച്ചാൽ മതി. ഇതുപോലെ നമ്മുടെ ആദ്യത്തെ ഷീറ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പാച്ചില കൊണ്ടോ അതിങ്ങ് എടുക്കാവുന്നേ ഉള്ളൂ. വളരെ തിന്നായിട്ടുള്ള ഷീറ്റാണ്. നമ്മൾ എടുക്കുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഒരു ഷീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം രണ്ടാമത്തെ ഷീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ 2 ഷീറ്റും തമ്മിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ എല്ലാ ഷീറ്റുകളും റെഡിയാക്കി എടുക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ നടുഭാഗം അല്പം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് അല്പം കൂടിയത് കൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടി വന്നിരിക്കുന്നത്. നമ്മൾ ഫ്ലെയിം അല്പം കുറച്ചിട്ടാൽ മതി. ഇതുപോലെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടലില്ലാതെ വേണം ചുട്ടെടുക്കാനായിട്ട്. ഇനി നമുക്ക് അതിന് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് സവാള കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള പയ്യൊന്ന് വെന്താൽ മതി. പച്ചപ്പൊന്ന് മാറി കഴിയുമ്പോൾ തന്നെ നമുക്കതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. സവാള ഒരുപാട് വെന്ത് പോയാൽ നമുക്ക് കൊള്ളില്ല. പയ്യെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സോയ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിക്കണം. ഒന്ന് വറ്റി വരണം. അതിൻ്റെ വെള്ളം അങ്ങ് അബ്സോർബ് ചെയ്ത് വറ്റി പോകണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ
ടൊമാറ്റോ സോസ് ഒഴിച്ചു. ഇതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നിങ്ങൾ ഫില്ലിംഗ് റെഡിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഷെസ്വാൻ സോസോ അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ആ സോസുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ചില്ലി സോസ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഞാൻ സോയ സോസും ടൊമാറ്റോ സോസും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ക്യാരറ്റ് നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്താണ്. 1 കപ്പുണ്ട്. ഒരു മീഡിയം സൈസ് 2 ക്യാരറ്റാണ് ഞാൻ എടുത്തത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്. ഇതിനുള്ള വെജിറ്റബിൾസ് എല്ലാം നീളത്തിലരിയുന്നതായിരിക്കും നല്ലത്. വെജിറ്റബിൾ ഒന്നും അധികം വെന്ത് പോകരുത്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുകയാണ്. നമ്മൾ എരിവിനായിട്ട് ഇതിനകത്ത് ഞാൻ പെപ്പർ പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാബേജ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ക്യാബേജ് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് പോയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവസാനം ക്യാബേജ് ഇടുന്നത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റോൾസ് റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ നമ്മുടെ ഷീറ്റ് ഓരോന്ന് എടുത്തിട്ട് അതിൽ ഫില്ലിംഗ് വയ്ക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ മതി. നമ്മൾ പണ്ടൊക്കെ വാഴയിലയിൽ ചോറ് പൊതിയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് ഫോൾഡ് ചെയ്തപ്പോൾ ശരിക്കും അതുപോലെ തന്നെ ചെയ്താൽ മതി. അവസാനം നമുക്ക് അല്പം മൈദ പേസ്റ്റ് കൊണ്ട് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ പാനിലെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ റോളും നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കാം. നല്ല ചൂടുള്ള ഓയിലിലേക്ക് വേണം നമ്മൾ റോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കണം.
അപ്പോൾ നമ്മുടെ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയുമാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം.